രാവിലെ ഒരു കട്ടൻ ചായയുമായി ഉമ്മറപ്പടിയിലിരുന്നുകൊണ്ട് പുറത്തെ കൂതിവിടുന്ന ബീഡിപ്പുക അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്നതും നോക്കിയിരിക്കെ ചന്ദ്രൻ ആലോചിച്ചത് വൈകിട്ട് കള്ളുമോന്താനുള്ള പൈസ എങ്ങനെ ഒപ്പിക്കാമെന്നായിരുന്നു. തരികിടിയൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ല. നാട്ടുകാര് വീട്ടിലും പട്ടിക്കൂട്ടിലും വരെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമോ പുറത്തേക്കിറങ്ങിയ വഴിവക്കിലൊന്ന് മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡിന്റെ മുക്കിലും മൂലയിലും വരെ ക്യാമറ കണ്ണുകളാണ്. പോലീസുകാർക്ക് പണി എത്ര കുറഞ്ഞു കിട്ടി. മോഷണം നടന്നതിന്റെ ചുറ്റുവട്ടത്തുള്ള ക്യാമറകൾ പരിശോധിച്ച പോരെ. നീട്ടിയെറിഞ്ഞ് ചൂണ്ടയിൽ കുരുങ്ങിയ മീനുകളെ പോലെയായി കള്ളന്മാരുടെ ജീവിതം. നേരെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മുറുക്കമുള്ള കുരുക്കുകൾ. ഇക്കണക്കിന് ഇവിടെ ജീവിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമല്ലോ എന്നോർത്ത് അയാൾ തലയൊന്ന് കുടഞ്ഞു. രാവിലെ ചൊറിയും കുത്തിയിരിക്കാതെ എവിടുന്നേലും ഇത്തിരി കാശ് കിട്ടുമോ നോക്ക് മനുഷ്യ. വിശക്കുമ്പോ ഉരുട്ടി വിഴുങ്ങ ഇവിടൊന്നും ഇരിപ്പേല. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളുടെ അമ്മേന്റെ ആശുപത്രി ചെലവും. ഭാര്യയുടെ ചെലപ്പ് കേട്ടതും ചന്ദ്രൻ ചന്തിക്ക് പൊടിയും തട്ടി തലേന്ന് രാത്രി വന്നപ്പോൾ ഊരിയെറിഞ്ഞ ഷർട്ടും എടുത്തിട്ട് റോഡിലേക്കിറങ്ങി. പണ്ടുതൊട്ടേ മേലനങ്ങി പണിയെടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അയാൾ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജോലിക്ക് വിളിച്ചാൽ ഒഴികഴിവുകൾ പറഞ്ഞ് മാറിക്കളയും. ജോലിക്ക് പോയാലും എന്തെങ്കിലും കട്ടെടുക്കാനുള്ള വകയുണ്ടോ എന്നാണ് നോട്ടം. വിറ്റുകിട്ടുന്ന പൈസ സന്ധ്യയ്ക്ക് കള്ളും മുന്തിയതിൻ്റെ ബാക്കി വല്ലതുണ്ടെങ്കിൽ ഭാര്യയെ ഏൽപ്പിക്കും. തരം കിട്ടിയാൽ ചന്ദ്രൻ മോഷ്ടിക്കുമെന്ന് ഭാര്യയ്ക്കും നാട്ടുകാർക്കും അറിയാം. പക്ഷേ ചന്ദ്രൻ സമ്മതിച്ചു തരില്ലെന്ന് മാത്രം. ഭാര്യ കുടുംബശ്രീയിൽ അച്ചാറും മറ്റും ഉണ്ടാക്കുന്ന യൂണിറ്റിൽ ജോലി നോക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രിയിലാണേലും അവിടെ വരെ കൊണ്ടുപോകാൻ റിക്ഷാക്കാശ് വേണ്ടേ? റോഡിലേക്ക് ഇറങ്ങിയപ്പോഴും ഭാര്യയുടെ ശബ്ദം അയാളെ പിന്തുടർന്നു. പക്ഷേ ചന്ദ്രൻ നിരീക്ഷിച്ചത് സമീപത്തെ വീടുകളായിരുന്നു. 4 വീടിനപ്പുറത്ത് അമേരിക്കക്കാരന്റെ വീടാണ്. പ്രായമായ അമ്മച്ചിക്കും വേലക്കാരിക്കും താമസിക്കാൻ കൊട്ടാരം പോലൊരു വീട്. അമേരിക്കയിലുള്ള മോന് ഇപ്പൊ അവിടെ ഇരുന്ന് നാടിന്റെ വീടിന്റെ മുക്കും മൂലയും നോക്കുന്ന ജോലിയാണെന്ന് തോന്നുന്നു. അമേരിക്കക്കാര് വീടുകളിൽ ക്യാമറ സ്ഥാപിച്ചപ്പോൾ യൂറോപ്പുകാരും ദുബായിക്കാരനും ദില്ലിക്കാരനും എന്തിന് മുംബൈക്കാര് വരെ നാട്ടിലെ വീട്ടിൽ ക്യാമറ തൂക്കി അതൊരു ട്രെൻഡാക്കി മാറ്റി. അപ്പൊ പിന്നെ നാട്ടുകാരി തെണ്ടികളും തങ്ങൾക്കെന്താ ഒരു കുറവെന്ന് കാണിക്കാൻ വീടിന് ചുറ്റും ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ അതിലൂടെയാണ് അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തി നോക്കുന്നത്. ഇതൊക്കെ കാരണം എന്നെ പോലുള്ളവര് ജീവിക്കാൻ വലയുന്നത് ഇവരൊക്കെ അറിയുന്നുണ്ടോ എന്നായിരുന്നു അയാളുടെ ചിന്ത. അതുവഴി വന്ന ബസ്സിൽ കയറി 2 സ്റ്റോപ്പ് അപ്പുറം ഇറങ്ങി ചന്ദ്രൻ വെറുതെ നടന്നു. അലക്ഷ്യമായാണ് നടക്കുന്നതെങ്കിലും റോഡിന് ഇരുപുറവുമുള്ള വീടുകളും പരിസരവും ശ്രദ്ധിക്കാൻ അയാൾ മറന്നില്ല. ഇടവഴി കയറി റോഡിൽ നിന്ന് അകലെയല്ലാതെ ഒരു ഒറ്റ വീട് കണ്ടപ്പോൾ ചന്ദ്രന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം. പരിസരം വിജനമാണെന്ന് മനസ്സിലാക്കി അയാൾ അവിടേക്ക് നടന്നു. ചെറിയ മുറ്റം കടന്ന് തുറന്നിട്ട ജനൽ വഴി ചെറിയ ഹാളിലേക്ക് ഒന്നെത്തി നോക്കി. ആരെയും കാണാനില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെന്ന് പറയാം. അയാളെ ചുറ്റും നോക്കി. തീർത്തും നിശബ്ദമായൊരു വീട്. പെട്ടെന്നൊന്നും ആരും കടന്നു വരാനില്ലെന്ന് മനസ്സിലാക്കി പാതിചാരിയ വാതില് പതിയെ തുറന്ന് തല ഉള്ളിലേക്ക് നീട്ടി വീടിനകത്തും ആരുമില്ലെന്ന് ഉറപ്പിച്ച് പൂച്ചയെപ്പോലെ പതിഞ്ഞ ചുവടുകളുമായി ഉള്ളിലേക്ക് കയറി. കുറഞ്ഞത് 7-8 വർഷമായിട്ടുണ്ടാവണം പെയിന്റ് അടിച്ചിട്ട്. നനഞ്ഞ ഭിത്തിയുടെ പൂപ്പൽ മണം നിറഞ്ഞു നിൽക്കുന്ന വീടാണെങ്കിലും തൂത്തു വൃത്തിയാക്കിയതിന്റെ ഐശ്വര്യമുണ്ട്. മൗനത്തിലാണ്ടുപോയ വീടിന്റെ ഉള്ളിൽ അയാളുടെ നിശ്വാസം കനത്തുനിന്നു. ഹാളിലെ ഭിത്തി അലമാരയിൽ കളങ്ങൾക്കുള്ളിൽ നിറയെ മെഡലുകൾ നിരത്തിവെച്ചിരിക്കുന്നു. ഓടും പിച്ചളയും അക്കൂട്ടത്തിലുണ്ടെന്ന് കണ്ടതും അയാളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. ഒരു പയ്യന്റെ പടം ചിലതിലൊക്കെ കാണാം. മേശപ്പുറത്തും നിരത്തിവെച്ചിട്ടുണ്ട് കുറച്ച് മൊമെന്റോകൾ. ശബ്ദമുണ്ടാക്കാതെ അയാളതിൽ ഓട് എന്ന് തോന്നിയതിൽ ഒന്നെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. പെട്ടെന്നാണ് വീടിന്റെ പിന്നാമ്പുറത്തു നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടത്. തിരിഞ്ഞ് പുറത്തേക്കിറങ്ങാനാഞ്ഞതും ശബ്ദം മുൻവശത്തേക്ക് ഓടി വരുന്നത് പോലെ. സംസാരിച്ചുകൊണ്ട് മുൻവശത്തേക്ക് വന്നയാൾ വീടിനുള്ളിലേക്കാണെന്ന് കണ്ടതും ചന്ദ്രൻ വേഗം ഇടതുവശത്ത് കണ്ട മുറിയിലേക്ക് ചാടിക്കയറി. ആരുടെയോ വരവ് കാത്തെന്ന പോലെ വാതിൽക്കലേക്ക് കണ്ണും നട്ട് കട്ടിലിൽ കിടക്കുന്നയാളെ കണ്ട് ചന്ദ്രനൊന്ന് ഞെട്ടി. കയ്യിലെടുത്തു പിടിച്ച ട്രോഫി ഒളിപ്പിക്കാനാവാതെ പരിഭ്രമം കൊണ്ട് കയ്യിലേക്കും കട്ടിലിൽ കിടക്കുന്ന അവശനിലേക്കും നോട്ടമെത്തി. 10-20 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പയ്യനാണെന്ന് തോന്നുന്നു. ഉണങ്ങിയ മരക്കാലുകൾ പോലെയുള്ള അവന്റെ ശോഷിച്ച കൈകാലുകൾ കണ്ടാലറിയാം അവന് പരസഹായം കൂടാതെ എഴുന്നേറ്റിരിക്കാനാവില്ലെന്ന്. ചേട്ടൻ വിപിൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണോ? അത്
ഉമിനീര് കൊണ്ട് തൊണ്ട നനച്ച് അയാൾ മറുപടി പറയും മുൻപേ പുറത്തു കേട്ട പെൺശബ്ദം മുറിയിലേക്ക് കയറിയിരുന്നു. ആഹാ, ഇവിടെ ആളുണ്ടായിരുന്നോ? ക്ലാസ് തുടങ്ങാറായടാ. താമസിച്ചൂന്നോർത്ത് ഞാൻ ഓടിയാ വന്നതേ. അവന്റെ പ്രായം തോന്നിക്കുന്ന പെണ്ണാണ്. അവൾ അയാളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിയിട്ടാണ് ആ പയ്യനോട് സംസാരിക്കുന്നത്. അയാൾ അപ്പോഴും ആ ട്രോഫിയും കയ്യിൽ പിടിച്ച് എന്തു പറയണമെന്നറിയാതെ വിളറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വിപിൻ ചേട്ടൻ പറഞ്ഞിട്ട് വന്ന ആളാടി. നീ ആദ്യം അതൊക്കെ ചേട്ടനൊന്ന് കാണിച്ചു കൊടുക്ക്. നീ വല്ലതും കഴിച്ചോടാ നിധിയെ? പെൺകുട്ടിയുടെ ചോദ്യം കേട്ട് ചന്ദ്രൻ കട്ടിലിനോട് ചേർത്ത് വച്ചിരിക്കുന്ന ടീപ്പോയിൽ മൂടിവച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് കണ്ണു പായിച്ചു. ഞാൻ കഴിച്ചാടി. അമ്മ കയ്യെത്തും ദൂരത്തെല്ലാം എടുത്തു വെച്ചിട്ടാ പോയത്. എന്നാ വാ, വിപിനേട്ടനെല്ലാം പറഞ്ഞു കാണുമല്ലോ അല്ലേ? അവൾ വിളിച്ചപ്പോൾ ചന്ദ്രൻ നിധിനെ ഒന്ന് നോക്കി. അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കൂടെ പോകാൻ അവൻ കണ്ണുകൊണ്ട് അനുമതി നൽകിയപ്പോൾ അയാളും രക്ഷപ്പെടാനെന്നോണം ധൃതിയിൽ അവൾക്ക് പിന്നാലെ ചെന്നു. നിവൃത്തികേടുകൊണ്ടാ ചേട്ടാ ഇതൊക്കെ വിൽക്കുന്നേ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒറ്റക്ക് കൂട്ടിയാലൊന്നും കൂടില്ലെന്നേ. അല്ലേ പിന്നെ വല്ല യൂത്തം വ്ളോഗർമാരോടും പറഞ്ഞ സംഗതി നടക്കും. അത് പക്ഷേ ആളുകൾക്കിടയിൽ സഹതാപം ഉണ്ടാക്കി അവനൊരു കാഴ്ചവസ്തു ആകും. അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാ. സംസാരിക്കുന്നതിനൊപ്പം പെൺകുട്ടി ഹാളിലെ ഭിത്തി അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന ട്രോഫികൾക്കിടയിൽ നിന്നും ലാമിനേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾക്ക് മാല ചാർത്തിയ പോലെ ഇട്ടിരുന്ന പതക്കങ്ങൾ പെറുക്കിയെടുത്തു. ഇത് മുഴുവനും വെള്ളിയാ ചേട്ടാ. സ്വർണ്ണം ഒന്നേയുള്ളൂ. ഇതവന് +2 പഠിക്കുമ്പോൾ കിട്ടിയതാ. കൂട്ടത്തിൽ തിളങ്ങുന്ന മഞ്ഞക്കളറൊന്ന് റിബണിൽ തൂങ്ങിക്കിടക്കുന്നത് അവൾ ഉയർത്തിക്കാട്ടി. സ്വർണമെന്ന് കേട്ടപ്പോൾ ചന്ദ്രന്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അയാൾ അവളെ നോക്കി എന്തോ മനസ്സിലാക്കിയതുപോലെ തലകുലുക്കി. നല്ലൊരു അത്ലറ്റായിരുന്നു. ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ സംസ്ഥാന തലത്തിലും പുറത്തുമൊക്കെ കേരളത്തിനു വേണ്ടി പോയിട്ടുണ്ട്. ഈ വെള്ളിയോ ഓടുമൊക്കെ അവിടുന്ന് കിട്ടിയതാ. നല്ലൊരു കായികാഭ്യാസിയാണ് ദേഹം തളർന്നു കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രന് അവനോട് ചെറിയൊരു അലിവ് തോന്നി. കായിക മത്സരങ്ങളിൽ അവൻ വാങ്ങിക്കൂട്ടിയ ട്രോഫികൾ അവന്റെ പ്രാവീണ്യം വിളിച്ചോതുന്നുണ്ട്. കോപ്പർ കുറച്ചേറെ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന മെഡലുകളൊക്കെ ചെമ്പും പിച്ചളയുമാന്നാ വിപിനേട്ടൻ നോക്കിയിട്ട് പറഞ്ഞേ. ബാക്കിയൊക്കെ കളറ് പൂശിയ ലോഹങ്ങളായിരിക്കും. ഇത് എങ്ങനെ? ചന്ദ്രന് എന്തു പറയണം, ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല. അത് ചേട്ടൻ തരംതിരിച്ച് തൂക്കി നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിൽ ലാഭം എടുക്കുകയോ കള്ളം കാണിച്ച് വില കുറയ്ക്കുകയോ ചെയ്യല്ലേ ചേട്ടാ. സ്വർണ്ണ മെഡല് കടയിൽ കൊണ്ട് കൊടുക്കാനിരുന്നതാ. വിപിനേട്ടനാ പറഞ്ഞത് സ്വർണ്ണാണോ സ്വർണ്ണം പൂശിയതാണോ എന്നറിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന്. മെഡലുകളും ട്രോഫികളും ഒന്നിച്ച് ചേട്ടൻ തന്നെ എടുത്തോളാന്ന് വിപിനേട്ടൻ പറഞ്ഞോണ്ടാ കണ്ണും പൂട്ടി തരുന്നേ. ഇതെന്തിനാ വിൽക്കുന്നേ? എല്ലാം കൂടി തൂക്കി വിറ്റാൽ എത്ര കിട്ടുമെന്ന് കണക്കുകൂട്ടി നോക്കുന്നതിനിടയിൽ ചന്ദ്രൻ ചോദിച്ചു. അവനൊരു ലാപ്ടോപ്പും ഫോണും ഒക്കെ വാങ്ങാനാ. കുറച്ച് പൈസ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വാങ്ങാൻ അത് തികയില്ല. തളർന്നു കിടക്കുന്ന പയ്യന് ലാപ്ടോപ്പൊക്കെ എന്തിനാണാവോ എന്ന് അയാൾ ചിന്തിക്കുന്നതിനിടയ്ക്ക് അവളുടെ അടുത്ത ചോദ്യം എത്തി. ചേട്ടാ, ഇതിനൊക്കെ പൈസ കിട്ടുമോ? മേശമേലിരിക്കുന്നതിൽ ട്രോഫി പോലുള്ളതിൽ ഒന്ന് കയ്യിലെടുത്താണ് അവളുടെ ചോദ്യം. അയാൾ ഉണ്ടെന്നും ഇല്ലെന്നതും പോലെ തലയനക്കി. ഈ കൊച്ചന് എന്തുപറ്റിയതാ? ആക്സിഡന്റ് ആയിരുന്നു ചേട്ടാ. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ബൈക്കിടിച്ച് തെറിപ്പിച്ച് ഒരുത്തൻ നിർത്താതെ പോയി കളഞ്ഞു. ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഇപ്പോൾ 3-4 വർഷമായി. പെൺകുട്ടി തെല്ലൊരു നോവ് കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇവന് അച്ഛനും അമ്മയും കൂടപ്പറപ്പുങ്ങളൊന്നുമില്ലേ? അച്ഛൻ 10 വർഷം മുമ്പ് മരിച്ചു. ദാ ആ കാണുന്നതാ. ഭിത്തിയിൽ മാല ചാർത്തിയ ഫോട്ടോ ചൂണ്ടിക്കാട്ടി അവൾ പറഞ്ഞു. അയാൾ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ടു, നല്ല പരിചയം പോലെ. വത്സലാമ്മ, അവന്റെ അമ്മ തൊഴിലുറപ്പിന് പോയേക്കുവാ. പിന്നെ അനിയത്തി നിത്യ, അവള് സ്കൂളിലും പോയി. വിപിനേട്ടൻ കഥകളൊക്കെ പറഞ്ഞല്ലേ? ഉത്തരം വേണ്ടാത്ത പോലൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. അവൾ എടുത്തു വച്ച മെഡലുകളിലേക്ക് കണ്ണുപായിച്ചിട്ട് അയാളും അവളുടെ പിറകെ ചെന്നു. പെൺകുട്ടി അവനെ ചാരിയിരുത്താൻ നോക്കുന്നുണ്ട്. ഡി, വെറുതെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വാങ്ങിവെച്ചിട്ട് ജോലി അവർ തന്നില്ലെങ്കിലോ? നീ പേടിക്കാതെടാ. അതല്ലെങ്കിൽ നമ്മൾ വേറെ നോക്കും. ഇത് AI കാലമാ മോനെ നിധിനെ. വർക്ക് ഫ്രം ഹോമാണ് നമ്മുടെ ലക്ഷ്യം. നീ പഠിക്കാൻ നോക്ക്. നിന്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ സമയമായില്ലേ? അവളുടെ കയ്യിലുള്ള മൊബൈൽ അവന് നൽകിയ ശേഷം അവിടെ കിടന്ന ടീപ്പോയിന്മേലിരുന്ന ബുക്കും പേനയും അവന്റെ അടുത്തേക്ക് അവൾ നീക്കിവെച്ചു കൊടുത്തു. ചേട്ടാ, ഒക്കെ നോക്കിയോ? ഏകദേശം എത്ര കിട്ടുമെന്ന് പറയാമോ? അയാളെ കണ്ടതും അവൻ ആകാംക്ഷയോടെ ചോദിച്ചു.
അത് നോക്കിയിട്ട് പറയാം. അയാൾക്ക് ഉത്തരം മുട്ടുന്നുണ്ടായിരുന്നു. ഞാനെൻ്റെ 2 കാലിൽ നിവർന്നു നടന്നിരുന്നതിൻ്റെ സാക്ഷിപത്രങ്ങളാണവ. മനസ്സോടെ അല്ല ചേട്ടാ വിൽക്കുന്നേ. ഈ കിടപ്പ് കിടന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല ജോലിയും കിട്ടിയാ അമ്മയുടെ കഷ്ടപ്പാട് കുറച്ചെങ്കിലും മാറുമെന്ന് കരുതിയിട്ടാ. അനിയത്തി പഠിപ്പിക്കാനും എൻ്റെ മരുന്നിനൊക്കെ അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടേ. പാവം, സുഖമില്ലാത്തതാ എൻ്റെ അമ്മക്കും. ബലക്ഷയം തോന്നിക്കുന്ന കൈകളിലിരുന്ന് വിറയ്ക്കുന്ന ഫോണും പേനയും അവൻ്റെ ഹൃദയവേദനയുടെ പരിച്ഛേദമാണെന്ന് തോന്നി. ചേട്ടനെ കണ്ടപ്പോൾ അച്ഛൻ്റെ ഓർമ്മ വന്നു. അച്ഛൻ്റെ ഒരു ചായയുണ്ട് ചേട്ടന്. അവൻ്റെ സംസാരം കേട്ട അയാൾ അവൻ്റെ മുഖത്ത് നോക്കി നേർമയായി ഒന്ന് ചിരിച്ചു. എന്താ ചേട്ടൻ്റെ പേര്? അത് പിന്നെ പവിത്രൻ. സ്വന്തം പേര് പറയാൻ ചന്ദ്രന് തോന്നിയില്ല. പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ പെട്ടെന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം പെൺകുട്ടി തിരഞ്ഞെടുത്തു വെച്ച മെഡലുകളിലേക്ക് നോക്കി. അതിൽ നിന്നും സ്വർണമെന്ന് പറഞ്ഞതും വെള്ളി മെഡലുകളും മാത്രം വാരിയെടുത്ത് ഒരു സഞ്ചിയിലാക്കി. വാതിൽക്കൽ വന്നെത്തി നോക്കിയ പെൺകുട്ടിയോട് കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ തിരിഞ്ഞൊന്നു നോക്കി. ഇടയ്ക്ക് അയാളെ മറികടന്നു പോയ ഒരു മനുഷ്യൻ അപ്പോൾ ആ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ദൂരക്കാഴ്ചയിൽ അവ്യക്തമായി അയാൾ കണ്ടു. ഒരുപക്ഷെ വിപിൻ പറഞ്ഞുവിട്ട ആളായിരിക്കണം. അന്ന് വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ ചന്ദ്രൻ നിശബ്ദനായിരുന്നു. പതിവായുള്ള അന്തിക്കള്ള് കുടിക്കാത്തതുകൊണ്ടാവണം അയാൾ നിശബ്ദനായിരിക്കുന്നതെന്ന് ഭാര്യയ്ക്കും അമ്മയ്ക്കും തോന്നി. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന സഞ്ചി കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചത് അവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തി അയാൾ പുറത്തു വന്നിരുന്നു. മാനത്ത് അമ്പിളിക്കല തെളിയാത്ത ആ രാത്രി ചന്ദ്രന് ഉറക്കം വന്നതേയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ തലേന്ന് ബസ്സിറങ്ങിയ സ്ഥലത്തെത്തുമ്പോൾ ചന്ദ്രന് ഉറക്കത്തിന്റെ ആലസ്യം മുന്നിട്ട് നിന്നിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള ഒരു തിടുക്കം അയാളുടെ നടത്തത്തിനുണ്ടായിരുന്നു. ഇടവഴി കയറിയപ്പോൾ തന്നെ ആ ഒറ്റ വീട്ടിൽ ആളനക്കമുള്ളത് അയാൾ തിരിച്ചറിഞ്ഞു. ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദത്തിനായി ഉമ്മറപ്പടിയിൽ കാത്തുനിൽക്കുമ്പോൾ അയാൾ അക്ഷമനായി. വാതിൽ തുറന്നത് 10-15 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അയാളുടെ കയ്യിലിരിക്കുന്ന സഞ്ചി തിരിച്ചറിഞ്ഞെന്ന പോലെ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ അകത്തേക്ക് നോക്കി ഒരലർച്ചയായിരുന്നു. അമ്മേ, ഏട്ടാ, ഇന്നലെ കട്ടുകൊണ്ടുപോയ ഏട്ടന്റെ മെഡലുകള്. അവൾ മുന്നോട്ടാഞ്ഞ് സഞ്ചി തട്ടിപ്പറിക്കാനെന്ന പോലെ അയാളുടെ നേർക്ക് കൈകൾ നീട്ടി. അതിനു മുൻപ് അയാൾ ആ സഞ്ചിയിൽ നിന്നും ഒരു കെട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? അവളുടെ കണ്ണുകൾ കൂർത്തു. നിധിന് കൊടുത്തേക്കൂ. അവനെന്തോ വാങ്ങാൻ. അതിനിത് മതിയാകും. ഒന്നും മനസ്സിലാക്കാതെ നിന്ന പെൺകുട്ടിയുടെ കയ്യിലേക്ക് മെഡലുകളടങ്ങിയ സഞ്ചിയും പണമടങ്ങിയ ഒരു കെട്ടുമേൽപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു നടക്കുമ്പോൾ പരസഹായമില്ലാത്ത അവസ്ഥയിലും വീടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഒരുവന്റെ ഉറച്ച വാക്കുകളും പ്രത്യാശയുടെ മുഖവുമായിരുന്നു അയാളുടെ ഉള്ളിൽ. മനുഷ്യനായ വീട്ടുകാർക്ക് എന്തേലും പ്രയോജനം വേണം, അല്ലെ നാട്ടുകാർക്കെങ്കിലും വേണം. അന്നു രാത്രിയിൽ അന്തിക്കള്ളു മൂന്തി വന്ന ചന്ദ്രന് നേരെ ഭാര്യ ഉറഞ്ഞു തുള്ളി. അതിന് കുടുംബത്തുള്ള സ്ത്രീകൾക്കല്ലേടി കുടുംബശ്രീ ജോലി കൊടുക്കൂ. കുടുംബത്തെ പുരുഷന്മാർക്കുള്ള ജോലി വരട്ടെ, അപ്പൊ നോക്കാം. കുടുംബശ്രീ ജോലിക്കാരിയായ ഭാര്യയെ നോക്കി ചന്ദ്രൻ പുച്ഛിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോഴും തന്നെ തേടി ഒരു പോലീസ് വണ്ടി എന്നെങ്കിലും വീടിനു മുന്നിൽ വന്നേക്കാമെന്ന തോന്നലുണ്ടായെങ്കിലും മനുഷ്യനായാൽ ആർക്കെങ്കിലും പ്രയോജനം വേണമെന്ന ഭാര്യയുടെ വാക്കുകൾ അയാളുടെ ഉള്ളിൽ ഒരു തണുപ്പ് വിതറിയിരുന്നു.